കഥ കേൾക്കാം. തിത്തിപ പക്ഷികൾ. സൗന്ദര്യമുള്ള തിത്തിപ പക്ഷികൾ കടലിനെ ഏറെ ഇഷ്ടപ്പെടുന്നു. കടൽ ഭക്ഷണമാണ് അവയ്ക്ക് പ്രിയം. കടൽ തീരത്തിനടുത്തുള്ള ചെറിയ മണൽ കൂനകളിലാണ് അവ സാധാരണ താമസിക്കുന്നത്. ഒരിക്കൽ 2 തിത്തിപ പക്ഷികൾ കൂടുകൂട്ടുവാനായി കടൽ തീരത്തെത്തി. പെൺപക്ഷിക്ക് മുട്ടയിടേണ്ട സമയമായിരുന്നു അത്. അവൾ ആൺപക്ഷിയോട് പറഞ്ഞു, എന്റെ മുട്ടകൾ വിരിയിക്കുവാൻ നമുക്ക് സുരക്ഷിതമായ ഒരിടം കണ്ടെത്തണം. ഇത് കേട്ട് ആൺപക്ഷി പറഞ്ഞു, ഈ സ്ഥലം എങ്ങനെ? ഈർപ്പമുള്ള മൃദുലമായ മണൽ, നല്ല കാലാവസ്ഥ, കുഞ്ഞുങ്ങൾക്ക് നല്ല രസമായിരിക്കും. പെൺപക്ഷി ചുറ്റിനെ നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം കൊള്ളാം, പക്ഷേ കടൽ ഇത്രയ്ക്ക് അടുത്തല്ലേ, ഒരു തിര വന്നാൽ എല്ലാം കഴിഞ്ഞു. ഇത് കേട്ട ആൺപക്ഷി പറഞ്ഞു, നീ എന്റെ ശക്തി നോക്ക്. ഇതും പറഞ്ഞുകൊണ്ട് അവൻ കടലിന് നേരെ ചാടി ചാടി ചെന്നു. ആർത്തു വന്ന തിര തിരികെ ഇറങ്ങുകയായിരുന്നു. അപ്പോൾ വിഡ്ഢിയായ പക്ഷി വിചാരിച്ചു തന്നെ പേടിച്ച് തിര ഓടിപ്പോവുകയാണെന്ന്. അവൻ പറഞ്ഞു, നോക്ക്, എന്റെ കാലിൽ തൊടാനുള്ള ധൈര്യം പോലും കടലിനില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ മുട്ടകൾ പൊട്ടിക്കുവാൻ ഇതിന് കഴിയുമോ? ആൺപക്ഷിയുടെ വാചകമടിയിൽ സ്വയം മറന്ന പെൺപക്ഷി അവിടെ തന്നെ മുട്ടയിടുവാൻ തീരുമാനിച്ചു. അവർ ഉണ്ടാക്കിയ മൺകൂനയിൽ മുട്ടകൾ ഭദ്രമായിരുന്നു. പെൺപക്ഷി പറഞ്ഞു, മുട്ടകൾ മുഴുവൻ ഇട്ടെങ്കിലും കടലിന്റെ സാമീപ്യം എന്നെ പേടിപ്പിക്കുന്നു. ഇത് കേട്ട ആൺപക്ഷി ഗർവോടെ പറഞ്ഞു, നീ ഭയക്കാതിരിക്കൂ, നമ്മുടെ മുട്ടകളെ തൊടാനുള്ള ധൈര്യം ഒന്നും കടലിനില്ല. ഭക്ഷണം തേടി അവർ കടൽ ലക്ഷ്യമാക്കി പറന്നകന്നു. ശക്തമായ കാറ്റിൽ തിരമാലകൾ ഉയർന്നു. കടലിലേക്ക് അടിച്ചുയർന്ന തിരമാലകൾ തിത്തിപ പക്ഷികളുടെ മുട്ടകൾ ഉൾപ്പെടെ എല്ലാം കോരിയെടുത്തുകൊണ്ട് പോയി. തിരിച്ചെത്തിയ അവർക്ക് സങ്കടം അടക്കാനായില്ല. എല്ലാം നഷ്ടപ്പെട്ട അവർ പരസ്പരം നോക്കിയിരുന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്താണ്? ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് പൊങ്ങച്ചം പറയരുത്. ഇതാണ് ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഗുണപാഠം.